only 2.5 kilo Noor. ഹായ്, വെൽക്കം ബാക്ക് ടു സീസൺ വ്ലോഗ്സ്. ഇത് നമ്മളെ കാലിക്കറ്റ് ഓഫ് റോഡേഴ്സിന്റെ കൂടെയുള്ള രണ്ടാമത്തെ ട്രിപ്പാണ്. നമ്മൾ ഇന്ന് മൂന്നാറിലേക്കാണ്. മൂന്നാർ വട്ടവട ഈ ഓഫ് റോഡേഴ്സിന്റെ കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് ഫുൾ പൊളിയാണ്. കൂടെയുള്ള കസിനും ഇതിനുകൊണ്ട് ഞങ്ങൾ പുലർച്ചെ 3 മണിക്ക് കോഴിക്കോട് നിന്ന് യാത്ര തിരിച്ചു. മൂന്നാറിലേക്ക് 274 കിലോമീറ്ററും അവിടുന്ന് വട്ടവടയിലേക്ക് 73 കിലോമീറ്റർ ഉള്ളതുകൊണ്ട് പുലർച്ചെ യാത്ര തിരിക്കുന്നതായിരിക്കും ഒരുവിധം ബ്ലോക്ക് കുടുങ്ങാതെ നമുക്ക് എത്താൻ പറ്റുക. നമ്മുടെ സ്വന്തം NH-ലൂടെയാണ് നമ്മുടെ യാത്ര. തള്ളലുകൾ പലതും കാരണം വിള്ളലുകൾ വന്നിട്ടുണ്ടെങ്കിലും ഈ ഒരു പ്രൊജക്റ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മൾ മലയാളികളുടെ ഒരുവിധം ദീർഘദൂര യാത്രാ പ്രശ്നങ്ങൾ സോൾവ് ആകും. ആലുവ എറണാകുളം റൂട്ടിൽ നല്ലൊരു ബ്ലോക്ക് കിട്ടി. നമ്മളെന്താക്കി നേരെ സർവീസ് റോഡിൽ കയറിയിട്ട് ചുറ്റി തിരിച്ചിട്ടൊക്കെയാണ് കുറച്ച് നേരത്തിന് ശേഷം വീണ്ടും മെയിൻ റോഡിൽ നിന്ന് കയറി. അപ്പൊ ഞാൻ ഈ റൂട്ടിലാണ് ഇനി ബാക്കി വെച്ച് പിടിക്കുന്നത്. കബീർക്ക് നമ്മളെ കൂടെ ഉണ്ട്, വെച്ച് പിടിക്കാണ്. മൂന്നാറാണ് ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എങ്കിലും ഗ്യാപ്പ് റോഡ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഞങ്ങളൊന്ന് വളഞ്ഞു കുടിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്കമാലി രാജാക്കാട് പൂപ്പാറ വഴി ഗ്യാപ്പ് റോഡ്. മലയാളത്തിലെ ബിവറേജ് എന്ന് എഴുതി വെച്ചത് കണ്ടപ്പോൾ ഒരു കൗതുകത്തിന് എടുത്താണ് വിഷ്വല്. നമ്മളങ്ങനെ രാജാക്കാട് എത്തിയിട്ടോ. ദൃശ്യം സിനിമയിൽ പറയുന്നില്ലേ, ജോർജ് കുട്ടിയുടെ രാജാക്കാട്. രാജാക്കാട് ടൗണിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളെ ചെക്കന്മാർ വീണ്ടും കളത്തിലേക്ക് ഇറങ്ങി. ഇനി ഏകദേശം ഒരു 15 കിലോമീറ്ററിൻ്റെ അടുത്തേ ഉള്ളൂ നമുക്ക് പൂപ്പാറയിലെത്താൻ. പൂപ്പാറ ജംഗ്ഷനിൽ നമ്മൾ തിരിയാൻ പോണത് നമ്മുടെ സ്വന്തം ഗ്യാപ്പ് റോഡിലേക്കാട്ടോ. ഇത്രയും പ്രകൃതി ഭംഗി ആസ്വദിച്ച് സഞ്ചരിക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ റോഡുകളിൽ ഒന്നാണ് നമ്മുടെ മൂന്നാർ ഗ്യാപ്പ് റോഡ്. തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയും തണുപ്പും വൃത്തിയുള്ള റോഡും എല്ലാം ഇതിലൂടെയുള്ള യാത്ര അതിമനോഹരമാക്കുന്നുണ്ട്. മൂന്നാറിലെത്തുമ്പോൾ നമ്മൾ ഒരിക്കലും ഈ റോഡ് മിസ് ചെയ്യരുത് കേട്ടോ. ഇവിടെ കണ്ട മറ്റൊരു അട്രാക്ഷൻ നമ്മുടെ KSRTC ബസ് തന്നെ കേട്ടോ. നമ്മുടെ പഴയ ആനവണ്ടിയല്ല. പുതിയ രൂപത്തിൽ സഞ്ചാരികളെ ഗ്യാപ്പ് റോഡിന്റെ മാസ്മരിക സൗന്ദര്യം കാണിക്കാൻ നമ്മുടെ സർക്കാരിന്റെ പുതിയ സംരംഭം. വഴിയിൽ വെച്ച് ഞങ്ങൾ കണ്ടതാണ് ഈ ബൈക്ക് റൈഡേഴ്സിൻ്റെ ഗ്യാങ്ങിനെ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏതൊരു ബൈക്ക് യാത്രികൻ്റെയും ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലങ്ങളിലൊന്നായിരിക്കും ഈ മൂന്നാർ ഗ്യാപ്പ് റോഡ് യാത്ര. ഇവർക്ക് ഓരോ ടാറ്റയൊക്കെ കൊടുത്ത് ഞങ്ങൾ ഗ്യാപ്പ് റോഡിലെ ഞങ്ങളുടെ യാത്ര തുടങ്ങി. ഇന്നൊരു ദിവസമായിരിക്കും ഈ വെള്ളം കുടിക്കാൻ പറ്റുമോ വെച്ചില്ല. കംപ്ലീറ്റ് മിനറൽസ് ആണ്. ധൈര്യം കുടിക്കാവുന്ന, പക്ഷെ ഞാൻ കുടിക്കുന്നില്ല. നല്ല തണുപ്പും നല്ല മോൻ കഴിയും. അടിപൊളി.
ഗ്യാപ്പ് റോഡിലെ മറ്റൊരു അട്രാക്ഷനാണ് ഈ റോക്ക് കേവ് അല്ലെങ്കിൽ മലയിൽ കള്ളൻ ഗുഹ. നല്ലവനായ ഒരു കള്ളൻ പണ്ടെങ്ങാണ്ടോ ജീവിച്ചിട്ടുണ്ടായിരുന്നെന്നും ധനികരുടെയൊക്കെ സ്വത്ത് കൊള്ളയടിച്ച് പാവങ്ങൾക്ക് കൊടുത്തിരുന്നു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തായാലും ഈ ഗുഹ കണ്ടതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഇനി മൂന്നാർ ടൗൺ ആണ്. ശരിക്കും ഗ്യാപ്പ് റോഡിലുള്ള യാത്ര ഒരു അനുഭവം തന്നെയാണ്. വളഞ്ഞു പൊളഞ്ഞ വഴികളും കോടമഞ്ഞും പച്ചപ്പ് നിറഞ്ഞ മലനിരകളും ഒക്കെയായി അതൊരു സ്വപ്നയാത്ര പോലെ തന്നെയാണ്. കുറച്ച് സാഹിത്യം വരുന്നുണ്ടെന്നല്ലേ. ഈ റോഡ് കൂടെ പോകുമ്പോൾ കുറച്ച് സാഹിത്യം വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അത്രയ്ക്ക് അടിപൊളിയാണ്. ഞങ്ങളങ്ങനെ മൂന്നാർ ടൗണിൽ കയറി. അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഈവൻ വീക്കെൻഡിലാണ് ഞങ്ങളവിടെ പോയിട്ട് കൂടി ചെറിയ തിരക്ക് മാത്രമേ അനുഭവപ്പെട്ടുള്ളൂ. ശരിക്കും വീക്കെൻഡിലും സീസൺ സമയത്തും നല്ല തിരക്കുണ്ടാവാറുണ്ട് മൂന്നാർ. ഇപ്പോൾ മൂന്നാറിന്ന് ബീച്ചിലടിച്ചിട്ട് പോവാണ്. കാരണം വട്ടവടക്കാണ്. അവിടുന്ന് നമുക്ക് റിസോർട്ടിലേക്കുള്ള ഓഫ് റോഡിങ്ങിന് ഒരു 4-5 കിലോമീറ്റർ കൂടി ഓഫ് റോഡിങ്ങിന് വേണ്ടിയത്. അതിലേക്ക് ഇവിടുന്ന് ഫില്ല് ചെയ്തിട്ട് പോവാം. കാരണം വട്ടവടയിൽ പമ്പില്ല. മൂന്നാറിൽ 2-3 പമ്പ് തന്നെ ഉള്ളൂ. 2 പമ്പ് നമ്മൾ ടൗണിലും കാണുന്നുണ്ട്. വട്ടവട റൂട്ടിൽ കയറുമ്പോൾ ഒരു പമ്പുണ്ട്, ഭാരത് പെട്രോളിയത്തിന് പമ്പുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വട്ടവടയ്ക്ക് പമ്പില്ല. ഇവിടുന്ന് ഫില്ല് ചെയ്ത് പോവാം. ജോൺസൺ മാഷിൻ്റെ പാട്ട് മഴ കട്ടൻ ചായ. ഇതിൽ ജോൺസൺ മാഷിൻ്റെ പാട്ടും ഇല്ല, കട്ടൻ ചായ ഇല്ല. മഴ ഉണ്ട്, പിന്നെ പോരാത്തിന് ബ്ലോക്കും. പെട്ടു ഗൈസ് പെട്ടു.